സംഘർഷഭരിതമായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. മുൻപ് കരുതിയിരുന്നത് പോലെ തന്നെ മണിപ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്തും സംഘർഷഭൂമിയായി മാറി. കൂട്ടത്തിൽ പശ്ചിമ ബംഗാളും. മണിപ്പൂരിൽ ആയുധധാരികളായി എത്തിയ സംഘം പോളിംഗ് ബൂത്തിൽ അതിക്രമിച്ചു കയറി വോട്ടിംഗ് യന്ത്രങ്ങൾ അടിച്ചു തകർത്തു. ഒരു തെരഞ്ഞെടുപ്പിനെ പോലും തടയാൻ അക്രമാസക്തമായിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ. അല്ലെങ്കിൽ അവരെ അങ്ങനെ മാറ്റിയിരിക്കുന്നു. ജനാധിപത്യ രാജ്യത്ത് സമാധാനം വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം മണിപ്പൂർ നമുക്ക് അകലെയായി കഴിഞ്ഞുവെന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു. ബൂത്ത് പിടിക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചെങ്കിലും പോലീസിനേക്കാൾ വലിയ ആയുധങ്ങളായിട്ടായിരുന്നു കലാപകാരികളുടെ വരവ്. EVM, VVPAT യന്ത്രങ്ങൾ അടിച്ചു തകർത്തു. സുരക്ഷാ സേനയും പോളിംഗ് ഉദ്യോഗസ്ഥരും നോക്കി നിൽക്കുകയായിരുന്നു സംഭവങ്ങളുണ്ടായത്. ഒരു സംഘം ഗോംമാനിലെ സോൺ 4-ലെ പോളിംഗ് സ്റ്റേഷനിൽ കയറുകയും വോട്ടിംഗ് യന്ത്രങ്ങൾ തകർക്കുകയും ചെയ്തു. തീവ്ര മേത്തെ വിഭാഗമായ അരംഭായ് തങ്കോലായിരുന്നു ആയുധങ്ങളുമായി സംഘർഷമുണ്ടാക്കിയതെന്നും കള്ളവോട്ട് ചെയ്തതുമാണ് ആരോപണം. കഴിഞ്ഞ ദിവസം രാമനവമിയോടനുബന്ധിച്ച് നടന്ന സ്ഫോടനത്തിന് ശേഷം പശ്ചിമ ബംഗാളും സംഘർഷത്തിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാർ, അലിപൂർദ്വാർ മേഖലകളിലായിരുന്നു BJP തൃണമൂൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ആയുധങ്ങളായി എത്തിയ BJP പ്രവർത്തകർ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. തൂഫാൻഗഞ്ചിലെ TMS ഓഫീസ് BJP പ്രവർത്തകർ കത്തിച്ചുവെന്നും തൃണമൂൽ ആരോപിച്ചു. പ്രവർത്തകർ ആക്രമിക്കപ്പെടുമ്പോൾ കേന്ദ്രസേന നോക്കി നിൽക്കുകയായിരുന്നുവെന്നും ജനാധിപത്യത്തിന്റെ ആഘോഷം BJP ജനാധിപത്യത്തിന്റെ വധമാക്കി മാറ്റുന്നുവെന്നും തൃണമൂൽ കോൺഗ്രസും കുറ്റപ്പെടുത്തി. കൂടാതെ ബംഗാളിലെ ദിൻഹോട്ടയിൽ BJP പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്ക് ബോംബേർ നടന്നു. വോട്ടർമാർ ബൂത്തിലേക്ക് എത്താതിരിക്കാൻ തൃണമൂൽ കല്ലെറിഞ്ഞതും സംഘർഷമുണ്ടാക്കുന്നുവെന്ന് BJP ആരോപിച്ചു. ദാപ് ഗ്രാമത്തിൽ BJP ബൂത്ത് ഓഫീസ് അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. ഇനി വേറെ എന്ത് വേണം? രാജ്യത്തിന് അവിഭാജ്യ ഘടകമാണ് തെരഞ്ഞെടുപ്പ്. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പിനെ മഹത്തായ ഒന്നായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ചൂതാട്ടക്കളങ്ങൾക്ക് തുല്യമായി ഓരോ തെരഞ്ഞെടുപ്പും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന ഇന്ത്യയായി മാറിയുന്ന സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരു രാജ്യമായി മാറണമെങ്കിൽ അർഹതപ്പെട്ടവന് അധികാരം കിട്ടിയേ വേണ്ടൂ.